ഹായ് ഫ്രണ്ട്സ്, ഇന്ന് റെസിപ്പി ഒന്നുമില്ല. FSSAI രജിസ്ട്രേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചൂടോടെ വിളമ്പാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ വാർത്ത കേട്ടിട്ട് ഒരുപാട് പേരെന്നെ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. FSSAI രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറയുന്നത് 2006 മുതൽ നിലവിലുള്ളതാണ്. ഇത് പുതിയൊരു നിയമം അല്ല. മറ്റേതൊരു മേഖലയിലും പോലെ ഫുഡ് സപ്ലൈ ചെയ്യുമ്പോഴും ഉള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നിലവിൽ വന്ന ഒരു നിയമമാണ്. അത് എല്ലാവർക്കും ബാധകമാണ്. ഫുഡ് സപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ബാധകമാണ്. ലൈസൻസ് വേണോ രജിസ്ട്രേഷൻ വേണോ എന്നുള്ളത് നിങ്ങളുടെ ടേൺ ഓവറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മളിപ്പം ലൈസൻസ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 12 lakhs മേളിൽ ഒരു വർഷത്തിൽ ടേൺ ഓവർ ഉള്ളവരാണെങ്കിൽ അവർക്ക് ലൈസൻസ് ആവശ്യമുണ്ട്. പക്ഷേ നമ്മളെപ്പോലുള്ള ഹോം ബേക്കേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 12 lakhs താഴെ ആയിരിക്കും ടേൺ ഓവർ. അപ്പോൾ നമുക്ക് ലൈസൻസിൻ്റെ ആവശ്യമില്ല. നമുക്ക് രജിസ്ട്രേഷൻ മാത്രം മതിയാകും. രജിസ്ട്രേഷന് വേണ്ടിയിട്ട് പലരും പറയുന്നുണ്ട് വീട്ടിൽ ഇരുന്ന് തന്നെ വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളത്. പക്ഷേ ഞാൻ പറയുന്നത് വീട്ടിൽ ഇരുന്ന് അപ്ലൈ ചെയ്യാൻ എന്നതിനെക്കാട്ടിലും അക്ഷയ കേന്ദ്രത്തിൽ എവിടെയെങ്കിലും പോയി അവരുടെ ഹെൽപ്പ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഒന്ന്, നമുക്ക് സ്വയം അപ്ലൈ ചെയ്യുന്നതന്നെ സ്കാൻ ചെയ്യാനും പ്രിൻ്റ് എടുക്കാനും വേണ്ടിയിട്ട് തന്നെ ഒരു 2-3 വട്ടമെങ്കിലും പുറത്ത് പോകേണ്ടി വരും. കാരണം ഞാൻ തനിച്ച് വീട്ടിൽ ഇരുന്നാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്. അപ്പം അതിനുശേഷം നമ്മൾക്ക് അത്യാവശ്യം വേണ്ടുന്ന ചില ഡോക്യുമെൻറ്റ്സ്, നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാത്ത ചില ഡോക്യുമെൻറ്റ്സും ഈ ആപ്ലിക്കേഷൻ്റെ കൂട്ടത്തിൽ നമ്മൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതിനെക്കുറിച്ചുള്ളൊരു ഗൈഡൻസും നമുക്ക് അക്ഷയ കേന്ദ്രത്തിൽ നിന്നാണെങ്കിൽ കിട്ടും. പ്രധാനമായിട്ടും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഹെൽത്ത് കാർഡാണ്, പിന്നെ ഒന്ന് ചെല്ലാൻ അടച്ച റെസിപ്റ്റ്, പിന്നെ മൂന്നാമത് വാട്ടർ ടെസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ്. ഇത് 3 നമുക്ക് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. ഹെൽത്ത് കാർഡിനായിട്ട് സിമ്പിളാണ്. നമ്മുടെ പ്രാഥമിക കേന്ദ്രത്തിൽ പോവുക, 5 രൂപയുടെ ഒരു ചീട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഡോക്ടറിനോട് പറയുക നമ്മളിങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ പോവുകയാണ്, നമുക്കൊരു ഹെൽത്ത് കാർഡിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയുക. അപ്പോൾ ഡോക്ടർ കുറച്ച് ടെസ്റ്റ് എഴുതി തരും. ടെസ്റ്റ് എഴുതുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഹാരത്തിൽ കൂടി പകരുന്ന സാംക്രമിക രോഗങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്താനുള്ള ചില ടെസ്റ്റുകളാണ്. അപ്പോൾ അവയെല്ലാം നമ്മൾ ചെയ്തിട്ട് ടെസ്റ്റ് നോർമൽ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടർ നമുക്ക് ഹെൽത്ത് കാർഡിൻ്റെ എല്ലാം പൂരിപ്പിച്ച് തരും, സൈനെല്ലാം ചെയ്തു തരും. അതിനുശേഷം നമ്മൾ ഹെൽത്ത് കാർഡ് കൊണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസിൽ പോകണം. അവിടെ നിന്നാണ് നമുക്കിതിലുള്ള സീൽ ചെയ്തു തരുന്നത്. അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് വാട്ടർ ടെസ്റ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസും പിന്നെ ചെല്ലാൻ അടയ്ക്കാനുള്ള ഒരു ഫോം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഫോമും നമുക്ക് കിട്ടുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ നിന്ന് തന്നെയാണ്. അപ്പം വാട്ടർ ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലിനജലത്തിലൊന്നുമല്ല, നല്ല വെള്ളത്തിലാണ് ആഹാരം പാകം ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥർ വന്ന് നമ്മളുടെ വെള്ളം ഏത് തരത്തിലുള്ള പൊതു സംവിധാനം എന്തെങ്കിലും ആണോ അല്ലെങ്കിൽ നമ്മൾ കിണറ്റിൽ നിന്നാണോ വെള്ളം എടുക്കുന്നതെന്ന് നോക്കി ആ വെള്ളം അവർ തന്നെ കൊണ്ടുവരുന്ന ബോട്ടിലിൽ ശേഖരിച്ച് തരും. അതിൽ നമ്പറും ഡീറ്റെയിൽസും എല്ലാം എഴുതി ഫോമെല്ലാം ഫില്ല് ചെയ്ത് തരും. ചെല്ലാൻ്റെയും ഫോമെല്ലാം ഫില്ല് ചെയ്ത് തരും. ശരിക്കും ഞാൻ ചെന്നീർക്കര പഞ്ചായത്താണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഹെൽത്തിൽ നിന്ന് എനിക്ക് ഒരുപാട് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ എനിക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് കിട്ടി. ശേഷം വെള്ളം നമുക്ക് ഈ വെള്ളം ടെസ്റ്റ് ചെയ്യുന്ന ലബോറട്ടറി ഉണ്ട്. നമ്മൾ സാധാരണ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ലബോറട്ടറി അല്ല, വെള്ളം ടെസ്റ്റ് ചെയ്യുന്ന ലബോറട്ടറിയിൽ കൊണ്ടു കൊടുക്കണം. അപ്പോൾ അവിടെ ഒരു കുറച്ച് ചിലവുണ്ട്. ഏതാണ്ട് 1500 രൂപയോളം ചിലവ് വരും നമ്മൾ വെള്ളം ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ കൊണ്ട് കൊടുത്ത് ട്രഷറിയിൽ ചെല്ലാനടച്ച റെസിപ്റ്റുമായിട്ട് നമുക്ക് വരാൻ പറ്റും. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് 165 രൂപ എന്തോ ആയുള്ളൂ. ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്ത വെള്ളത്തിൻ്റെ റിപ്പോർട്ട് നമുക്ക് കിട്ടും. അതുകൂടെ ചേർത്ത് വേണം നമ്മൾക്ക് ഈ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 ദിവസത്തിൽ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ റെഡിയായി രജിസ്ട്രേഷൻ നമ്പർ കയ്യിൽ കിട്ടും. അപ്പോൾ ആരും പേടിക്കേണ്ട, എല്ലാവരും രജിസ്ട്രേഷനുള്ള നടപടികൾ തുടങ്ങി വെച്ചോളുക. ഒരു 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷനെല്ലാം റെഡിയായി കിട്ടും. അപ്പം ഇനിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.